അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഏഹ്, പിന്നെ നമ്മൾ നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷം ചൊല്ലുന്ന ദുആ, അത് സാധാരണ ഇപ്പോൾ ചൊല്ലിപ്പോരുന്ന ദുആയും പിന്നെ അതൊക്കെ ഉണ്ടല്ലോ, അത് കൂടാതെ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഖുർആനിലോ ഹദീസിലോ വന്ന വേറെ ഏതെങ്കിലും ദുആ ചുരുക്കത്തിൽ ചൊല്ലാൻ വേണ്ടി പറ്റുമോ? അതിനെക്കുറിച്ചൊന്ന് അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. ഉസ്താദിന് ഒഴിവുള്ള സമയത്തൊന്ന് അറിയിച്ചാൽ തിരക്കുണ്ടായിരുന്നു. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയ്യാത്തിൻ്റെ ശേഷമുള്ള ദുആകളുടെ പുറമെ മറ്റ് ദുആകൾ പറ്റുമോ? ആ ദുആകൾക്ക് പകരം തന്നെ മറ്റു ദുആകൾ കൊണ്ടുവരാൻ പറ്റുമോ എന്നിങ്ങനെ രണ്ടു ഭാഗമാണ് അങ്ങയുടെ ചോദ്യത്തിലുള്ളത്. മറുപടി, രണ്ടും പറ്റും. അത്തഹിയ്യാത്ത്, അവസാനത്തെ അത്തഹിയ്യാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദ് വരെ നബിയുടെ മേലുള്ള സ്വലാത്തോടുകൂടെ വാജിബ്, ഫറള് വീടി. വഅല ആലി സയ്യിദന മുഹമ്മദ് എന്ന ആലിൻ്റെ മേലുള്ള സ്വലാത്ത് നല്ല അഭിപ്രായ പ്രകാരം സുന്നത്തേ ഉള്ളൂ, നിർബന്ധം എന്നും അഭിപ്രായം ഉണ്ട്. അതുകൊണ്ട് അത് കളയാതിരിക്കലാണ് നല്ലത്. അവിടെ നിന്ന് അങ്ങോട്ട് ഇന്നക ഹമീദു മജീദ് വരെയുള്ള ഇബ്രാഹിമിയായ സ്വലാത്ത് വളരെ പ്രധാനപ്പെട്ട സ്വലാത്താണ്. അതും ഉപേക്ഷിച്ചാൽ നിസ്കാരത്തിന് കേടൊന്നുമില്ല. കാരണം അത് ഫറളല്ല, സുന്നത്തേ ഉള്ളൂ. ഇനി അതിൻ്റെ ശേഷമുള്ള അല്ലാഹു മഗ്ഫിർലി മാ ഖദ്ദംതു എന്ന് തുടങ്ങുന്ന മസീഹ് ദജ്ജാൽ വരെയുള്ള പ്രധാന പ്രാർത്ഥന, അതും ഫറള് അല്ല, പ്രധാനപ്പെട്ട സുന്നത്താകുന്നു. ഉപേക്ഷിക്കരുത്. ഉപേക്ഷിച്ചാലും നിസ്കാരം സ്വഹിയാകുമെങ്കിലും ഉപേക്ഷിക്കരുത്. അതിൽ തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് തുടങ്ങുന്ന നരകത്തെ തൊട്ടും ഖബറിൻ്റെ അദാബിനെ തൊട്ടും ദജ്ജാലിനെ തൊട്ടുമൊക്കെയുള്ള കാവലിനെ ചോദിക്കുന്ന വാചകങ്ങൾ, അത് ഒഴിവാക്കൽ കറാഹത്താണ്. അല്ല, അത് നിർബന്ധമാണ്, കൊണ്ടുവരൽ നിർബന്ധമാണ് എന്നും അഭിപ്രായമുണ്ട്. അപ്പം നിർബന്ധമാണ് എന്ന അഭിപ്രായ പ്രകാരം ഒഴിവാക്കൽ ഹറാമാകും. ഏതായാലും അത് കൊണ്ടുവരൽ വളരെ ആവശ്യമാണെന്ന് മനസ്സിലാക്കാം. ഏതായാലും ഇതൊക്കെ കൊണ്ടുവന്നതിൻ്റെ ശേഷം നമുക്ക് ഏത് ദുആകളും, അല്ലാഹുമ്മ ശ്ഫിനി, എൻ്റെ രോഗം സുഖമാക്കണേ, അല്ലാഹുമ്മ ഖ്ലി ദൈനി, എൻ്റെ കടം നീ വീട്ടി തരണേ, അല്ലാഹുമ്മ ഖ്ലി ഹാജാത്തി, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരണേ, അല്ലാഹുമ്മ ഗ്ഫിർലി വലി വാലിദയ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും പുറത്തു തരണേ, അല്ലാഹുമ്മ ബാരിക് ലീ ഫി അസ്വാജി വ ഔലാദി, എൻ്റെ ഭാര്യ മക്കളിൽ എനിക്ക് നീ ബറക്കത്ത് തരണേ എന്ന് തുടങ്ങുന്ന ഏത് അനുവദനീയമായ ദുആകളും ദുആ ചെയ്യാം. ഇത് പരിശുദ്ധമായ ഖുർആനിൽ വന്നവയെ ദുആ ആണ് എന്ന ഉദ്ദേശപ്രകാരം അത് കൊണ്ടുവരാം. ഹദീസിൽ വന്ന ദുആകളെ കൊണ്ടുവരാം. ഇത് രണ്ടും അല്ലാത്ത സ്വന്തമായി ദുആകളെ നമുക്ക് നിർമ്മിച്ച് ഉണ്ടാക്കുകയും ആവാം. പക്ഷേ ഇതൊക്കെ അറബിയിലേ പറ്റൂ, അറബിയായിരിക്കണം. തെറ്റല്ലാത്ത കാര്യങ്ങളും ആയിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരത്തിൽ അള്ളാഹുവിനോടോ റസൂലിനോടോ അല്ലാത്ത ഖിത്വാബ്, സംബോധനം വരരുത്. അപ്പോൾ ഒരാൾ തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ എന്ന് കേട്ടാൽ യർഹമുക്കല്ലാഹ്, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന ദുആ നിസ്കരിക്കുന്നവൻ നടത്താൻ പാടില്ല. കാരണം യർഹമുക്ക, നിനക്ക് എന്ന് പറയുമ്പോൾ അതിൽ സംബോധനമുണ്ട്. അള്ളാഹുവോ റസൂലോ അല്ലാത്തവരോട് അഭിസംബോധനമായി ഒന്നും നിസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല. നിസ്കാരം ബാത്തിലാകും, അത് തെറ്റാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരാളോട് ഖിത്വാബ് വരാത്ത, തെറ്റും അല്ലാത്ത അറബിയിലുള്ള ഏത് ദുആകളും നിസ്കാരത്തിൻ്റെ അവസാനത്തെ അത്തഹിയ്യാത്തിൽ കൊണ്ടുവരാം. അത് അവിടെയുള്ള ദുആകൾ പൂർത്തിയാക്കിയതിൻ്റെ ശേഷം കൊണ്ടുവരാം, അതാ നല്ലത്. ഇനി ആ ദുആകൾക്ക് പകരവും കൊണ്ടുവരാം. നിസ്കാരത്തിൽ നമ്മൾ സാധാരണ ചൊല്ലുന്ന അല്ലാഹു മഗ്ഫിർലി മാ ഖദ്ദംതു എന്ന ദുആകൾ ഇല്ലാതെ അവകൾക്ക് പകരമായി അതും കൊണ്ടുവരാം. പക്ഷെ ഞാനാ പറഞ്ഞ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക തുടങ്ങിയ കാവലിനെ ചോദിക്കുന്ന വാചകങ്ങൾ ഒരിക്കലും ഒഴിവാക്കാതെ കൊണ്ടുവരലാണ്. അല്ലെങ്കിലും നിസ്കാരത്തിൽ വന്ന ദിക്റും ദുആകളും ഒന്നും ഉപേക്ഷിക്കാതെ ഫുള്ള് കൊണ്ടുവരലാകുന്നു ഏറ്റവും നല്ലതും ഏറ്റവും പോരിശയും.
ചില ആളുകൾ നിസ്കാരത്തിലുള്ള ദുആ ഒക്കെ അങ്ങ് ഒഴിവാക്കും. ഉദാഹരണമായി 3 വട്ടം സുബ്ഹാന റബ്ബിയൽ അളീമി വബിഹംദിഹി എന്നുള്ളത് ചുരുക്കും. സുജൂദിലുള്ള സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി 3നേക്കാളും ചുരുക്കും. അൽ മസീഹി ദജ്ജാൽ വരെയുള്ള അവസാനത്തെ ദുആ പൂർണ്ണമായി ഓതാതെ എവിടെയൊക്കെയോ അവൻ ചുരുക്കും. എന്നിട്ട് അവൻ നിസ്കാരത്തിൻ്റെ ശേഷം സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും ദുആകളും വർദ്ധിപ്പിക്കും. ഇതൊന്നും നല്ല മാർഗമല്ല. നിസ്കാരത്തിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ദിക്റുകളോ ദുആകളോ ഒന്നും ഒഴിവാക്കാതെ കൊണ്ടുവരണം. അപ്പം 3 പ്രാവശ്യമെങ്കിലും സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി, സുജൂദിലാണെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തത്തിൽ വാരിദായ ദുആ, അതുപോലെ തന്നെ ഇബ്രാഹിമിയ സ്വലാത്തും അല്ലാഹു മഗ്ഫിർ ലീ മാ ഖദ്ദംതു മുതൽ മസീഹ് ദജ്ജാൽ വരെയുള്ള ദുആകളും ഇതൊക്കെ കൊണ്ടുവരണം. ഇതിലൊന്നും ഒരാളും ഉപേക്ഷിക്കരുത്. നിസ്കാരത്തിൻ്റെ അബ്ആദ് സുന്നത്തുകളോ ഹൈആത്ത് സുന്നത്തുകളോ അദബുകളോ മറ്റോ ഒന്നും ഒഴിവാക്കാതെ പൂർണ്ണമായി കൊണ്ടുവരിക എന്നുള്ളതാണ് യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഇതിൽ പല സുന്നത്തുകൊണ്ട് ഒഴിവാക്കിയിട്ട് പിന്നെ നിസ്കാരത്തിൻ്റെ ശേഷം കുറേ സുന്നത്തുകൾ എടുക്കുക, ഇത് വിരോധാഭാസമാണ്. സംഗതി അതൊക്കെ അനുവദനീയമാണെങ്കിലും അതാരും ആവർത്തിക്കരുത്. അതുപോലെ തന്നെ സുജൂദിലുള്ള ദുആ വളരെ പ്രാധാന്യമാണ്. ഹദീസിൽ അങ്ങനെ തന്നെയുണ്ട്. അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅതീലൂ ഫീഹി ദുആ എന്ന് ഹദീസിൽ കാണാം. സുജൂദ് അള്ളാഹുവിലേക്ക് അടിമയെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. അതുകൊണ്ട് ആ സുജൂദിൽ നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കണേ. അപ്പോൾ സുജൂദിൽ നമ്മളെല്ലാവരും ദുആ വർദ്ധിപ്പിക്കണം. പ്രത്യേകം COVID-19 പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്ന ലോക്ക്ഡൗൺ സമയത്തിലാണ് നമ്മളുള്ളത്. ളുഹാ നിസ്കാരത്തിലെ സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം, ളുഹാ നിസ്കാരം വർദ്ധിപ്പിക്കണം, വിത്ർ നിസ്കാരം വർദ്ധിപ്പിക്കണം. അതായത് ളുഹാ 2, 4, 6, 8 തന്നെ നിസ്കരിക്കണം. വിത്രാണെങ്കിൽ 11 വരെയാണല്ലോ പൂർത്തിയായത്. നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. റവാത്തിബ് സുന്നത്തുകളൊക്കെ നിസ്കരിക്കണം. ഈ നിസ്കാരങ്ങളിലൊക്കെ സുജൂദിൽ നമുക്ക് ദുആ വളരെ പ്രധാനമാണ്. സുജൂദിലുള്ള ദുആവും നേരത്തെ പറഞ്ഞതുപോലെ അറബിയിൽ എത്രയും നമുക്ക് ദീർഘിപ്പിക്കാം. അല്ലാഹുമ്മ സല്ലിംനി വഅഹ്ലി മിൻ ആഫാത്തി ദുനിയാ വൽ ആഖിറ, എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇഹ പര വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നാണ് അർത്ഥം. അല്ലാഹുമ്മ ശ്ഫിനി വഅഹ്ലി, എന്നെയും കുടുംബത്തെയും രോഗശമനം നൽകണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹുമ്മ ഖ്ലി ഹാജത്തി, ഇതുപോലെയുള്ള ദുആകൾ സുജൂദിൽ നമുക്ക് നിർവഹിക്കാം. എല്ലാം നേരത്തെ പറഞ്ഞ നിബന്ധന മറക്കരുത്. അറബിയിൽ മാത്രമേ ദുആ ചെയ്യാവൂ. തെറ്റായ കാര്യങ്ങളെ കൊണ്ട് ദുആ ചെയ്യരുത്. അള്ളാഹുവോ റസൂലോ അല്ലാത്തവരോട് ഖിത്വാബ് സംബോധനം അരുത്. ഇത് ശ്രദ്ധിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അടുക്കുന്ന യഥാർത്ഥ നല്ല മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അലം ബിസ്സവാബ് മഅൽ വസിയ്യത്തി ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.